ഹലോ, ഞാൻ ലിബില്ലി. അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് വേറൊന്നുമല്ല. ഇപ്പൊ അറിയാലോ, ഇവിടെ സമരം നടക്കുന്നത്, അതായത് നഴ്സുമാരുടെ സമരം, UNA. അപ്പൊ അവരുടെ സമരത്തിന്റെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ, 40,000 മിനിമം ശമ്പളം വേണം. സത്യം പറഞ്ഞ ഭൂമിയിലെ മാലാകമാരെ നഴ്സുമാരെന്ന് പറഞ്ഞു വെപ്പ്. അതായത് പലയിടത്തും പറയണത് ഭൂമിയിലെ മാലാകമാരാണ് നഴ്സുമാര്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെയാണ്. പക്ഷെ അവർക്ക് എങ്ങനെ ഇപ്പൊ ഈ ശമ്പള വർധനവിന്റെ പേരിൽ ഇവര് ഇങ്ങനെ ഈ കാട്ടിക്കൂട്ടുന്ന ഒരു അനാവശ്യ സമരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവര് ഉന്നയിക്കണ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മിനിമം വേതനം 40,000 വേണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കാരണം എന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാരണമെന്നല്ല, ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് 40,000 ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് ഹൈ ആവില്ലേ. ഒന്നില്ലെങ്കിൽ ഈ നഴ്സിംഗ് പഠിച്ചവർക്ക് ഇവർക്ക് വിദേശങ്ങളിൽ പോയി ഇതിലും കൂടുതലും സാലറി കിട്ടേണ്ടതല്ലേ. അതായത് ജർമ്മനിയിലൊക്കെ 1,00,000 അതിന്റെ അടുത്തൊക്കെ സാലറി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ അവിടെ പോയി ചെയ്യണം. അല്ലാണ്ട് ഇവിടെ ചെയ്തിട്ട് എന്ത് കാര്യം. ഇവര് പറയണ്ടേ ഇവർക്ക് ഈ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി തന്നെ 8 ലക്ഷം രൂപയോളം ചെലവ് തന്നെ ഉണ്ട്. എന്നിട്ട് ഇപ്പൊ 20,000 രൂപ മന്ത്ലി ഉണ്ട്. 20,000 കണ്ടാണ്. അത് അവർക്ക് പോരാ, 40,000 മിനിമം സാലറി ആക്കണമെന്ന്. അതൊക്കെ കുറച്ച് വ്യാമോഹം ഞാൻ പറയുള്ളൂ. കാര്യം പറഞ്ഞ ഇന്ന് 40,000 സാലറി എന്ന് പറഞ്ഞാൽ പിന്നെ നഴ്സിംഗ് ആണ് ഇത്ര പാഷനോടെ ചെയ്യുന്നതാണെന്നൊക്കെ ഇവര് പറയണ്ട്. പക്ഷെ അതിനും വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ കൂട്ടി ചോദിക്കുന്നതൊക്കെ അത് മോശം കേടാണ്. ഇവർക്ക് പറ്റുണ്ടെങ്കിൽ വേറെ വല്ല ജോലിക്കും പോട്ടെ. അതല്ലെങ്കിൽ ഇവർക്ക് അതിനുള്ള സോഴ്സ് കണ്ടുപിടിക്കണം. അതായത് വേറെ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലൊക്കെ പോകുന്നതല്ലേ നല്ലത്. അല്ലാണ്ട് ഇവിടെ തന്നെ കെട്ടിക്കിടന്ന് ഈ നാട്ടിൽ തന്നെ കിടക്കാൻ വേണം, ഇത്രയും പൈസ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ ശരിയാണ്. കാരണം ഇപ്പൊ ഒരു വീടുകളിലൊക്കെ ബംഗാളികള് പണിക്കെടുത്താണെങ്കിൽ അവർക്ക് തന്നെ മിനിമം 1,200 സാലറി ഉണ്ട്. പക്ഷെ അവരുടെ പണിയും നഴ്സിംഗ് പണിയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നല്ല. കാരണം ഈ ബംഗാളികളൊക്കെ വരുമ്പോ അവര് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നല്ലോണം പണിയെടുക്കണ്ട. അത്രയും വലിയൊരു മേലെത്താനുള്ള പണിയുണ്ടോ ഈ നഴ്സിംഗിന്? ഒന്നും അറിയാൻ. പിന്നെ ഇവരുടെ ഇപ്പൊ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക്, അതായത് ഇപ്പൊ 20,000 സാലറി ഉണ്ട് നോക്കി. മിനിമം സാലറി 20,000 ആണ്. ആ 20,000 കിട്ടുമ്പോ അതിന് കട്ടിങ്ങോ ചാർജിങ്ങോ എന്നൊക്കെ പോകുന്നു പറയുന്നുണ്ട്. PF EF അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത്. ഗവൺമെന്റ് അല്ലേ അതിന്റെ ഉള്ള സൗകര്യം ചെയ്ത് നോക്കണ്ടേ. ആദ്യം ഇങ്ങനെ ഹോസ്പിറ്റലുകാര് പകുതി പൈസയോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു, അങ്ങനെ എങ്ങാണ്ടായിരുന്നു. ഇവര് പകുതി പൈസ, ഇപ്പൊ ഇവര് അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ്. ഞാൻ പൊതുവെ അറിഞ്ഞത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്തു തരേണ്ടത് ഗവൺമെന്റ് അല്ലേ. അല്ലാണ്ട് ഇങ്ങനെ സമരം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നല്ല. അതായത് ഇങ്ങനെ ചില ഇവിടെ തന്നെ LF-ന്റെ മുമ്പിൽ പൊരി വെയിലത്ത് ഞാനൊന്ന് പോയി. ഞാനിപ്പോ അത് കണ്ടപ്പോ എനിക്ക് പറയണമെന്ന് തോന്നി, അതാണ് പറഞ്ഞത്. പിന്നെ 40,000 ഹൈ സാലറിയാ. ഒരു 25,000 ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ അത് പിന്നെയും സാധ്യമാക്കാൻ പറ്റണ കാര്യമാണ്. ഈ 40,000 എന്ന് പറഞ്ഞാൽ അത് എനിക്കാരാവാൻ വഴിയില്ല. അതാണ് ഒരു 20,000 മിനിമം സാലറി പിടിച്ചാൽ മതി. ആ 20,000 ഇപ്പൊ കിട്ടണ്ട, അപ്പൊ 25,000 ആക്കാം. അല്ലാണ്ട് ഇതില് എനിക്ക് തോന്നല്ല എന്തായാലും ഈ സമരം വിജയിക്കുമെന്നോ എനിക്ക് തോന്നല്ല. കാരണം അതെ, ഇപ്പൊ ഹോസ്പിറ്റലുകാരെ കണ്ട് 28,000 മിനിമം സാലറി ആക്കാൻ ഓക്കെ ആണെന്ന് പറയാനുണ്ടായി. പക്ഷെ ഇവര് നഴ്സുമാര് പറഞ്ഞ് 40,000 തന്നെ കൃത്യം സാലറി വേണമെന്നാണ് ഇവര് പറയുന്നത്, നഴ്സുമാര് പറയുന്നത്. എനിക്ക് തോന്നല്ല ഇത് സമരം വിജയിക്കുന്ന കാര്യങ്ങള്. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഇന്നിപ്പോ ഒരു വീഡിയോയില് കണ്ടാണ്. ഇവരിങ്ങനെ നഴ്സിംഗ് പഠിക്കാനൊക്കെ 8 ലക്ഷം രൂപയോളം ചെലവ് തന്നെയുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൈസ ചെലവാക്കിട്ട് ഇപ്പൊ അതിന്റെ EMI കാര്യങ്ങളും അടക്കാൻ ഉണ്ടാവില്ല, ശരിക്കും. പക്ഷെ ആ 8 ലക്ഷം രൂപ അതല്ലേ ഇളവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങള്. അല്ലാണ്ട് സാലറി കൂട്ടി ചോദിക്കാന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ അവൾ അത്രയും സ്ട്രൈക്ക് നടത്തി അത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചല്ല ഇങ്ങനെ ഓരോ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത്. അതിനൊക്കെ വേറെ വഴികളുണ്ട് ഇഷ്ടം പോലെ. അല്ലാണ്ട് ഇങ്ങനെ പണി മുടക്കി അതൊക്കെ യോജിക്കാൻ പറ്റുന്നതല്ല. എന്തായാലും ഇവരുടെ സമരം ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ, ഇല്ലെങ്കിൽ തോക്കണെങ്കിൽ തോക്കട്ടെ. എന്തായാലും എന്റെ ഒരു ഒരു മിനിമം സാലറി 25,000. അത്രയാണ് ഞാനല്ല ഞാൻ വിചാരിക്കുന്നത് അത്ര തന്നെയാ. അതായത് ഒരു 25,000 മിനിമം സാലറി ആക്കിയാൽ അത് നല്ലതായിരിക്കും.
അത്രയൊക്കെ പറ്റുള്ളൂ ഇതില്ല. അല്ലാണ്ട് 40,000 എന്ന് പറഞ്ഞാൽ നടക്കണ കേസാണോ? 40,000 എന്തായാലും ആക്കൂല. അതിപ്പോ ഗവൺമെന്റ് ആക്കൂല എന്നാ പറയണേ. കാരണം ഗവൺമെന്റ് 28,000 വരെ ഓക്കെ ആണെന്നാ പറയണേ. ഗവൺമെന്റ് 28,000 വരെ ഓക്കെയാണ്. പക്ഷെ നഴ്സുമാര് പറയുന്നത് 40,000 തയ്ക്കണം. ശരിയായിരിക്കും. കാരണം 28,000 കിട്ടുമ്പോ അതിൽ നിന്ന് ചിലപ്പോ 10,000-5,000 രൂപ തന്നെ ഇവരുടെ പി എഫും ഇ എഫും അതിന്റെ ഒക്കെ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുമ്പോ പോവും. അതായിരിക്കുള്ള കാര്യം. എന്തായാലും ഭൂമിയിലെ മാലാഖമാര് സമരം ചെയ്യുന്നു. അങ്ങനെയല്ലേ ഇപ്പൊ പൊതുവെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും സമരം ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ, ഇല്ലെങ്കിൽ തോക്കാണെങ്കിൽ തോക്കട്ടെ. അതിലൊന്നും ചെയ്യാനില്ല. ശരി, അപ്പൊ